നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. രാജ്യം 77ാം റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷത്തിലാണ്. കർത്തവ്യപഥിൽ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും ആഘോഷ പരിപാടികളുണ്ട്. അങ്ങനെ വളരെ സന്തോഷമുള്ള ആഹ്ലാദകരമായ ഒരു ദിവസമാണ് രാജ്യത്തിന് ഇന്ന്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്കാദ്യം തലക്കെട്ടുകൾ കാണാം. രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. കർത്തവ്യപഥിൽ 10:30 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ അടക്കം 30 ടാബ്ലോകൾ. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അതിഥികൾ. ഡൽഹിയിൽ അതീവ ജാഗ്രത. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് തുറന്നു പറഞ്ഞ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ CPM-ന് പുറത്തേക്ക്. ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ നടപടി അംഗീകരിക്കും. പുറത്താക്കിയാലും പോരാട്ടം തുടരുമെന്ന് കുഞ്ഞികൃഷ്ണൻ. കുമ്പള ടോൾ പിരിവിനെ BJP അംഗീകരിക്കുന്നില്ലെന്ന് ജില്ലാ പ്രസിഡന്റ്. മുസ്ലിം ലീഗും ചില CPM നേതാക്കളും BJPക്കെതിരെ മുതലെടുപ്പ് നടത്തുന്നുവെന്ന് K. ശ്രീകാന്ത്. അഷ്റഫിന് ഇപ്പോൾ മറ്റു വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു ആയുധമായിട്ട് ഇതിനെ പ്രയോഗിക്കുകയാണ്. BJPയെ ഇത് കരിവാരി തേക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സമരസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുമ്പളയിൽ താൽക്കാലിക ടോൾ പ്ലാസ സ്ഥാപിച്ചതിൽ ചില ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന. ടോൾ പ്ലാസ സമരത്തെ തുടർന്ന് പ്രതിരോധത്തിലായ BJPയുടെ ആദ്യ പ്രതികരണം. ഷെയ്ഖ് ഹസീനയ്ക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരമൊരുക്കിയ ഇന്ത്യയുടെ നടപടിയിൽ പ്രതിഷേധവുമായി ബംഗ്ലാദേശ്. അപകടകരമായ നീക്കമെന്നും ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്നും മുന്നറിയിപ്പ്. മുഹമ്മദ് യൂനസ് കൊലപാതകിയെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞത് ഡൽഹിയിലെ ഫോറിൻ കറസ്പോണ്ടന്റ് ക്ലബിൽ ഓഡിയോ സന്ദേശത്തിൽ സംസാരിക്കവേ. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലേക്ക്. മുറിവേൽക്കുന്ന ലോകത്തിന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമാണ് ബദലെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ്. ബിസിനസ് ഉച്ചകോടി നാളെ. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. മൂന്നാം T20യിൽ 8 വിക്കറ്റ് ജയം. ന്യൂസിലൻഡ് ഉയർത്തിയ 154 റൺസ് വിജയലക്ഷ്യം 10 ഓവറിൽ മറികടന്നു. അഭിഷേക് ശർമ്മയ്ക്കും സൂര്യകുമാർ യാദവിനും അർദ്ധ സെഞ്ചുറി. കുമ്പള ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ 2-3 ദിവസമായി ന്യൂസ് 18 വളരെ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. അവിടെ കോൺഗ്രസ്, CPM, BJP ഒക്കെ മുസ്ലിം ലീഗ് ഒക്കെ സമരരംഗത്തുണ്ട്. BJP വല്ലാതെ പ്രതിരോധത്തിലായ ഒരു വിഷയം കൂടിയാണ് നമുക്കറിയാം. കേന്ദ്ര സർക്കാരാണ് ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ BJPയുടെ പ്രതികരണം ബൈജു എടുത്തിട്ടുണ്ട്. കാസർഗോഡ് കുമ്പള ടോൾ പിരിവിനെതിരെയുള്ള സമരം മുസ്ലിം ലീഗും ചില CPM നേതാക്കളും BJPക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കി മുതലെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നതെന്ന് BJP. കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്താണ് ഇക്കാര്യം പറഞ്ഞത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ തോൽവി ഭയന്ന് AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ സമരത്തെ ആയുധമാക്കുന്നു. ടോൾ പിരിവിനെ BJP അംഗീകരിക്കുന്നില്ല. കുമ്പളയിൽ താൽക്കാലിക ടോൾ പ്ലാസ സ്ഥാപിച്ചതിൽ ചില ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന ഉണ്ടെന്നും K. ശ്രീകാന്ത് ന്യൂസ് 18 പറഞ്ഞു. ടോൾ പ്ലാസ സമരത്തെ തുടർന്ന് പ്രതിരോധത്തിലായ BJPയുടെ ആദ്യ പ്രതികരണം കൂടിയാണ് ഇത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കുമ്പള ടോൾ പിരിവിനെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകുമ്പോഴും BJP ഈ സമരത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന ഒരു വലിയ തോതിലുള്ള വിമർശനം വരുന്നുണ്ട്. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ ഒരു വ്യക്തത കൃത്യമായി വരുത്തിയിരുന്നു. ഇതിൽ BJPയുടെ നിലപാടെന്നും നമുക്ക് BJP നേതാക്കളോട് തന്നെ നീക്കാം. അഡ്വക്കേറ്റ് K. ശ്രീകാന്താണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. ഈ ടോൾ സമരത്തിൽ BJP പൂർണ്ണമായി വിട്ടു നിൽക്കുന്നവർ, എന്താണ് ടോൾ വിഷയത്തിൽ BJPയുടെ ഒരു നിലപാട്? കുമ്പള അരിക്കാടിയിൽ ടോൾ പിരിക്കരുത് എന്നുള്ളതാണ് BJPയുടെ നിലപാട്. കാരണം അതൊരു ന്യായമില്ല. പക്ഷേ NHAIയുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നൊരു ന്യായം, ഒരു ദേശീയപാത നിർമ്മിച്ച് നോട്ടിഫിക്കേഷൻ കൊടുത്താൽ 45 ദിവസത്തിനകം ടോൾ പിരിവ് തുടങ്ങണം. അങ്ങനെ തുടങ്ങാണ്ട് ഡിലേ വരുത്തിയിട്ടുള്ള ഇടങ്ങളിൽ സർക്കാരിന് റവന്യൂ നഷ്ടം വന്ന് CAGയുടെ റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് 2023 അങ്ങനെ റിപ്പോർട്ടുണ്ട്. അങ്ങനെ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിരിക്കും എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു കാരണം.
പക്ഷേ എന്ത് കാരണമായാലും ഈ കുമ്പളയിലെ പിരിവ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് BJP ഇതിലൊരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിട്ട് അതിലൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് BJP ശ്രമിക്കുന്നത്. പക്ഷേ മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ് ഉൾപ്പെടെയുള്ള സമരസമിതി നേതാക്കന്മാർ ശ്രമിക്കുന്നത് ഇതിനൊരു പരിഹാരമല്ല. അവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം ഇതിനകത്തൊരു ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സർക്കാരാണ്, കേന്ദ്ര സർക്കാരാണ്. അതിൽ പ്രത്യേകിച്ച് മന്ത്രി എല്ലാ പ്രതിപക്ഷ MPമാർക്കും പ്രതിപക്ഷത്തിനും അംഗീകാരമുള്ള പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്ന് വ്യത്യാസമില്ലാതെ ഇടപെടുന്ന ഒരു മന്ത്രിയാണ് ശ്രീ നിതിൻ ഗഡ്കരിജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിലൊരു പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. പകരം എന്താ ചെയ്തിട്ടുള്ളത്? പകരം ഇവിടെ പെട്ടെന്ന് തന്നെ ഒരു സമരത്തിലേക്ക് പോയി. അക്രമം സമരം അഴിച്ചുവിട്ടു. മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ ഹൈക്കോടതി വരെ ഇതിൽ നിയമവിരുദ്ധമായിട്ടൊന്നും ഇല്ല എന്ന് വിധി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ CAGയുടെ റിപ്പോർട്ട്, അതിൻ്റെ തുടർന്നിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി കൂടി വന്നതോട് കൂടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇതിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറല്ല. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള നിയമോപദേശമൊക്കെ തേടിയ ശേഷം മാത്രമേ നമുക്കതിൽ ഇടപെടാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഈ പരിമിതി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ അഷ്റഫിനിപ്പോൾ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു ആയുധമായിട്ട് ഇതിനെ പ്രയോഗിക്കുകയാണ്. BJPയെ ഇത് കരിവാരി തേക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ സമരസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്, ഇപ്പോൾ ഇത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നു. ഇതേ സമരസമിതിയുടെ ചില നേതാക്കന്മാർ കൊടുത്തിട്ടുള്ള റിട്ട് ഹർജിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പാർട്ടിയാണ്. എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അതിലൊരു നിലപാട് പറയാത്തത്? എന്തുകൊണ്ട് മൗനം പാലിച്ചു? അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരും മുസ്ലിം ലീഗും ചില CPMൻ്റെ നേതാക്കന്മാരും ചില NHAയുടെ ഉദ്യോഗസ്ഥന്മാരും ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഒരു ശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ കുമ്പളയിൽ എന്തിനാ ഈ റീച്ച് തുടങ്ങുന്നത്? ഇപ്പുറത്താണല്ലോ, ചെർക്കളയിൽ നിന്ന് തലപ്പാടി വരെ ഉണ്ട്. കുമ്പളയിൽ തന്നെ എന്തിനാ? അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട ഇതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, NHA നിങ്ങളുടെ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലല്ലേ? അതെ, പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ നമുക്കെല്ലാവർക്കും അറിയുന്നത് കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട്, ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടി കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് NHAയുടെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് കേന്ദ്ര സർക്കാരിനോട് വലിയ ഉള്ളിൽ എതിർപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പാരവെപ്പ് കൂടിയാണ് ഇത് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അത് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് മഞ്ചേശ്വരം, പിന്നെ കാസർഗോഡും. അവിടെ ഈ ഒരു വിഷയം കുമ്പള ടോൾ പിരിവ് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയാവും? അല്ല, ഇത് BJPക്ക് സാധ്യതയുള്ളതോ സാധ്യതയില്ലാത്തതോ മണ്ഡലം എന്നുള്ളതല്ല. ഇത് തെരഞ്ഞെടുപ്പ് വിഷയത്തിനപ്പുറത്ത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലക്കാണ് BJP ഇടപെടുന്നത്. സ്വാഭാവികമായിട്ടും BJPക്ക് ഈ കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത്രയൊന്നും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, ജനങ്ങൾക്ക് പ്രയാസമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതേ സമയത്ത് ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ ഒരു വർഷം 3000 രൂപ അടച്ചു കഴിഞ്ഞാൽ 15 രൂപയ്ക്ക് ടോളിൽ പോകാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മറച്ചു വെക്കുകയാണ്. അതുമല്ല, ഒരു ടോൾ പ്ലാസയുടെ ഒരു 20 കിലോമീറ്ററിൻ്റെ അകത്തുള്ള ജനങ്ങൾക്ക് വെറും 340 രൂപ ഒരു മാസം കൊടുത്താൽ മതി. അവർക്ക് യാത്ര ചെയ്യാൻ പ്രയാസമില്ല. 340 രൂപയുടെ മാസപ്പാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭാരം അടിച്ചേൽപ്പിക്കാതെ അതോടൊപ്പം തന്നെ വികസനം മുമ്പോട്ട് കൊണ്ടുപോകാനും വികസനത്തിൻ്റെ കാര്യത്തിൽ പണം ഒരു പ്രശ്നമില്ലാതെ വികസനം ഇവിടെ നടത്തുകയും ജനങ്ങൾക്ക് ഭാരമില്ലാതെ ഈ വികസനം നടത്തുക എന്നുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം ന്യൂസൈറ്റിക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് പറഞ്ഞത്, ഇതിൽ ഈ കേന്ദ്രമന്ത്രി കൃത്യമായി MPമാരുടെ കാര്യങ്ങളെല്ലാം ഇടപെട്ട് പരിഹരിക്കുന്ന. എന്തുകൊണ്ടൊരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് അതിൽ BJP എന്തുകൊണ്ട് മുൻകൈ എടുത്തുകൂടാ? അല്ല, സ്വാഭാവികമായിട്ട് ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ ഇപ്പോൾ കേന്ദ്ര സർവകലാശാലയുടെ വിഷയം വന്നപ്പോൾ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ വിഷയം വന്നപ്പോൾ, ഇതൊക്കെ സമയത്ത് MPമാർ ആ സമയത്തുള്ള MPമാരൊക്കെ ഇടപെട്ടിട്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് BJPക്കെതിരായിട്ട് ഒരു രാഷ്ട്രീയ ആയുധമാക്കിയിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സമരത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങളുടെ കാര്യത്തിൽ ഒരുമിച്ച് നിന്ന് നേടിയെടുക്കണം, ജനങ്ങളുടെ പ്രയാസം മാറ്റണം എന്നാണ്, പരിഹരിക്കണം എന്നാണ് BJPയുടെ നിലപാട്. ഇക്കാര്യത്തിലും അത് BJP വളരെ ഉറച്ച് നിൽക്കുകയാണ്. ആ കാര്യത്തിൽ നിലപാടിൽ ഒരു മാറ്റവും. ഞങ്ങൾ ഈ കാര്യത്തിനോട് ഞങ്ങളുടെ നിലപാട് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു തർക്കവുമില്ല.
എന്തായാലും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP പറയുന്നത്. ടോൾ പിരിവിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാനും അവർ തയ്യാറാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെട്ട് ഈ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് ഇതിലൊരു പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ BJP മുൻകൈ എടുക്കുമെന്നും അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് വ്യക്തമാക്കുന്നു. കെ വി ബൈജു ആണ് ഈ വാർത്തയുടെ ഫോളോ അപ്പ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വളരെ പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവായുള്ള അഭിമുഖം ബൈജു എടുത്തിരുന്നു. ഇന്നിപ്പോൾ BJPയുടെ പ്രതികരണം, BJPയുടെ ആദ്യ പ്രതികരണമാണ് ഈ വിഷയത്തിൽ. പ്രതിരോധത്തിലായ പാർട്ടിയാണ് ബൈജു. നമുക്കറിയാം ആ പ്രദേശം BJPക്ക് ഏറെ സ്വാധീനമുള്ളൊരു പ്രദേശം കൂടിയാണ്. അവിടെ 87 വോട്ടുകൾ, കുറഞ്ഞ വോട്ടുകൾക്ക് കെ സുരേന്ദ്രൻ തോറ്റ മണ്ഡലമൊക്കെ കാസർകോട്ടെ പ്രധാനപ്പെട്ട മഞ്ചേശ്വരം എന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണയും സുരേന്ദ്രൻ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതെന്ന് ഓർക്കണം. BJPയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന വിഷയത്തെ എങ്ങനെ മറികടക്കാനാണ് അവർ ശ്രമിക്കുന്നത്? അത് മറ്റ് കക്ഷികൾ സമരരംഗത്തുള്ളപ്പോൾ, അവർക്കൊപ്പം ജനങ്ങളുള്ളപ്പോൾ BJP വല്ലാത്ത തരത്തിൽ എന്തായാലും അതിനെ നേരിടേണ്ടി വരുമല്ലോ. തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് വരേണ്ടത്. മാത്രമല്ല കെ സുരേന്ദ്രൻ ഇന്നു മുതൽ ജില്ലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് സുരേന്ദ്രൻ കാസർഗോഡ് ജില്ലയിൽ എത്തുന്ന ഒരു ദിവസം കൂടിയാണ്. ഏതായാലും ഈ സമരത്തിൽ BJP ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും UDF-ഉം LDF-ഉം ഉൾപ്പെടെയുള്ള ഒരു സമരമാണ്. അതിലാണിപ്പോൾ BJP അവരുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓർക്കണം, ഇന്നലെ നമ്മൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വളരെ പ്രധാനപ്പെട്ട ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം, അദ്ദേഹത്തിന്റെ നിലപാടുകൾ പുറത്തുവിട്ട ഒരു ദിവസമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ BJP അതിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. BJP കോഴിക്കോട് മേഖല പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്താണ് ഇതിൽ ആദ്യ പ്രതികരണം നടത്തുന്നതെന്നും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഇതിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJPക്കെതിരെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, അതായത് തോൽവി ഭയന്ന് AK അഷ്റഫ് MLA-യും ഉൾപ്പെടെയുള്ളവരുടെ ഒരു സമരം, അതാണ് പ്രധാനമായും ഇന്ന് നടക്കുന്നത്. അതോടൊപ്പം ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് ഈ ദേശീയപാത അതോറിറ്റിയിലെ ചില ഉദ്യോഗസ്ഥരെയാണ്. അതായത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിൽ അപാകതയുണ്ട്, അവർക്കെതിരെ കേന്ദ്രം നടപടിയെടുത്തിട്ടുണ്ട്. ആ ഒരു വൈരാഗ്യം അതിൽ ഇങ്ങനെ ഒരു ടോൾ പ്ലാസ കുമ്പള സ്ഥാപിക്കുന്നതിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ടോൾ പിരിവിനെ ഒരു തരത്തിലും അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് BJP ഇപ്പോൾ നിലപാട് എടുക്കുന്നത്. അതോടൊപ്പം ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥരുടെ ചില ഉദ്യോഗസ്ഥരുടെ കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കാൻ അങ്ങനെ ഒരു കാര്യമാണെന്ന് കൂടി ഈ BJP പറയുന്നുണ്ട്. അതോടൊപ്പമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ AK അഷ്റഫ് MLA, അതോടൊപ്പം CPM-ന്റെ ചില ആളുകൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഈ ഒരു ടോൾ പിരിവുമായി ബന്ധപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഇടപെടും. അത് കേന്ദ്രമന്ത്രിയെ കാണാനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ടോൾ പിരിവ് ഇവിടെ സ്ഥാപിക്കുന്നതിന് പൂർണ്ണമായും എതിരാണ്. അതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന ഒരു വ്യക്തത കൂടി ഇപ്പോൾ വരുത്തുന്നുണ്ട്. ഏതായാലും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം വികസനം എന്നതാണ്. അതിലേറ്റവും പ്രധാനം കാസർഗോഡ് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ദേശീയപാത തന്നെയാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ 2 ഇടങ്ങളിലെ ഒന്നാം റീച്ച്, അതായത് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ച്, അത് പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയായി ദേശീയപാത അതോറിറ്റി കൈമാറിയ ഒരു ഘട്ടം കൂടിയുണ്ട്. ആ ഒരു വികസനം പ്രധാനമായും ഉയർത്തിക്കാട്ടിയായിരിക്കും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. അതിന് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലാണ് ഈ ടോൾ പിരിവ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതിൽ കൃത്യമായി ശ്രീകാന്ത് വ്യക്തമാക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് BJPയെ കരിവാരിത്തേക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. എന്നാൽ BJPയുടെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ വരുന്നു. അതോടൊപ്പം ഈ കാസർഗോഡും കൂടി A ക്ലാസ് മണ്ഡലമാണ്. 2 മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്താണ്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ് മഞ്ചേശ്വരം. 89 വോട്ട്, കഴിഞ്ഞ തവണ 800 വോട്ടിന് മാത്രം വ്യത്യാസം. അങ്ങനെ ചെറിയ വ്യത്യാസത്തിൽ ഉള്ള ഒരു മണ്ഡലമാണ്. അവിടെ കൃത്യമായി പ്രവർത്തിച്ചാൽ, അതായത് ഇപ്പോഴേ തന്നെ പ്രവർത്തനമായി രംഗത്ത് വരാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെ സുരേന്ദ്രനും വരുന്നതോടുകൂടി ഈ ഒരു ടോൾ പിരിവുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യും. അത് പ്രതിസന്ധി ഉണ്ടാക്കും, പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനെയാണ് ഇതിൽ ഇപ്പോൾ ഒരു പ്രതികരണം BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ആദ്യ പ്രതികരണമാണ് BJP ഇത്രയും അക്രമ സമരങ്ങൾ ഉണ്ടായി, വലിയ തോതിൽ ഈ ടോൾ ബൂത്ത് അടിച്ചു പൊളിക്കുന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ LDF-ന്റെയും അതുപോലെ തന്നെ UDF-ന്റെയും MLA-മാർ ഉൾപ്പെടെ ഇതിൽ ശക്തമായ പ്രതികരണം, BJPക്കെതിരെ ഉൾപ്പെടെ ശക്തമായ പ്രതികരണമായി രംഗത്ത് വരുന്ന ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ് BJPയുടെ ഇപ്പോഴത്തെ പ്രതികരണം എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ടോൾ പിരിവിന് പൂർണ്ണമായും തങ്ങളെതിരാണ്. രണ്ടാമത്തെ റീച്ചായ ചാലിങ്കാലിൽ സ്ഥാപിക്കേണ്ട ഒരു ടോൾ ബൂത്താണ് താൽക്കാലികമായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതിൽ കോടതിയിൽ നിയമപരമായി പോയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു തടസ്സം ഇതിലിപ്പോൾ നേരിടുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിൽ ഇടപെട്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ സമരസമിതിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് എത്തിയത്. ന്യൂസ് 8-ന് പ്രത്യേക അഭിമുഖം നൽകിയത്. അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്നത് ഈ സമരം അനാവശ്യമാണ്. ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ന്യായമായ ആവശ്യങ്ങൾ അത് കൃത്യമായി പരിഗണിച്ചു തരുന്ന ആളാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഈ മഞ്ചേശ്വരം മണ്ഡലങ്ങളിലൊക്കെ 5 മേൽനടപ്പാലമാണ് അനുവദിച്ച് നൽകിയത്. അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അത് നൽകി എന്ന രീതിയിലൊക്കെ അദ്ദേഹം പുകഴ്ത്തിയും ഇനിയും ഈ കേന്ദ്രമന്ത്രിയെ കാണേണ്ടതുണ്ട് ജനങ്ങളുടെ ആവശ്യത്തിനായി. അങ്ങനെ കാണുമ്പോൾ ഈ ഒരു കോലം കത്തിക്കുന്ന ഉൾപ്പെടെയുള്ള സമരത്തിന് ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് BJPയുടെ നിലപാട് എന്നത് വളരെ പ്രധാനമാണ്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, സമരം ശക്തമാക്കാൻ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധം ആരംഭിക്കുകയാണ്. അനുകൂല തീരുമാനമില്ലെങ്കിൽ ഫെബ്രുവരി 2 മുതൽ OP ബഹിഷ്കരിച്ച് സമരം നടത്താനാണ് തീരുമാനം. ഇല്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കൊല്ലം കൊട്ടാരക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേരെ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഒരു ബൈക്കിന് തീപിടിച്ചു. വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനീഷ്, എന്താണ് സംഭവിച്ചത്? ഈ ആളുകളുടെ അവസ്ഥ? 2 പേർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, 2 മരണമാണ്. എവിടത്തുകാരാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, അതിദാരുണമായ ഒരു സംഭവമാണ് കൊട്ടാരക്കരയിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 2 ബൈക്കുകളിൽ എത്തിയ 2 പേരാണ് മരിച്ചത്. 2 ബൈക്കുകളും എതിർ ദിശയിൽ നിന്ന് എത്തുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തന്നെ ഒരു വാഹനത്തിന്, ഒരു ബൈക്കിന് തീപിടിച്ച സാഹചര്യം ഉണ്ടായി. അങ്ങനെ തീപ്പൊള്ളലേറ്റാണ് ഒരാൾ മരിച്ചത്. അമ്പലത്തുംകാല സ്വദേശി അഭിഷേക്, അതുപോലെ തന്നെ മൈലം സ്വദേശി സിദ്ധിവിനായക്, അങ്ങനെ 2 പേരാണ് മരിച്ചത്. 2 യുവാക്കളാണ്. ഇരുവരുടെ മൃതശരീരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവരോടൊപ്പം യാത്ര ചെയ്തിരുന്ന മറ്റു 2 യുവാക്കൾക്കും അതീവ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പേര് ജീവൻ, സനൂപ് എന്നിവരാണ്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ, കൊട്ടാരക്കര ഉള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിക്കുന്നത്. ഇവരുടെ സ്ഥിതി ഗുരുതരമായതുകൊണ്ട് കൊല്ലത്തുള്ള മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അമിത വേഗതയായിരുന്നു ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു. നല്ല ഇരുട്ടുള്ള ഒരു സ്ഥലമാണ്. പെട്ടെന്ന് ആൾക്കാർ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഒരു ഇടിയുടെ ആഘാതത്തിൽ തന്നെ ഒരു വാഹനത്തിന് തീപിടിച്ച് അറിഞ്ഞാണ് നാട്ടുകാർ ഓടിയെത്തുന്നതും. തീ അണയ്ക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പക്ഷേ അഭിഷേക് എന്ന ആളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും അതിദാരുണമായൊരു സംഭവമാണ് രഞ്ജിത്ത് കൊട്ടാരക്കരയിൽ സംഭവിച്ചത്. വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ രാത്രി 10:30 ആയിരുന്നു അപകടം. 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്കുകൾ കത്തി. കൊല്ലം കൊട്ടാരക്കരയിലാണ് ഈ സംഭവം. 2 പേർ ഗുരുതര പരിക്കുകൾ, 2 പേർ മരിച്ച പശ്ചാത്തലം. ബൈക്കിന് തീപിടിച്ച സാഹചര്യം. അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു വാർത്തയിലേക്ക് പോകണം. നെയ്യാറ്റിൻകരയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. നിരവധി പേർക്ക് പരിക്കുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എത്ര പേർ ഉണ്ടായിരുന്നു ഈ ബസ്സിൽ? പരിക്കുകൾ ഗുരുതരമാണോ? തീർച്ചയായും ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകരയ്ക്കും ബാലരാമപുരത്തിനും ഇടയിലുള്ള ആറാലുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സംഭവം. തിരുവനന്തപുരത്തെ ഭാഗത്ത് നിന്ന് നാഗർകോവിലേക്ക് വരികയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സും ഒപ്പം
നെയ്യാറ്റിങ്കര ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ബസ്സുമാണ്. പാപ്പനംകോട് ഡിപ്പോയിലെയും വിഴിഞ്ഞം ഡിപ്പോയിലെയും ബസ്സുകളാണിത്. ഇത് തമ്മിലായിരുന്നു കൂട്ടിയിടിക്കുകയായിരുന്നു, നിയന്ത്രണം വിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 50-ലധികം പേർക്ക് പരിക്കുണ്ട്. ഇതിൽ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെ വെട്ടിപ്പൊളിച്ചായിരുന്നു, ഫയർഫോഴ്സ് എത്തി വെട്ടിപ്പൊളിച്ചായിരുന്നു പുറത്തെടുത്തത്. ഇതിൽ അരുൺകുമാർ എന്ന് പറയുന്ന ഡ്രൈവർക്കും ഒപ്പം അലക്സ് എന്ന് പറയുന്ന അഫി അലക്സ് എന്ന് പറയുന്ന ആളിനും ഉണ്ട്. ഇവരുടെ കാലുകൾക്കാണ് പരിക്കേറ്റത്. ഇവരെ ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പുറമെ നെയ്യാറ്റിങ്കര മെഡിസിറ്റിയിലും ഒപ്പം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇതിൽ ഈ പറയുന്ന അഭിജിത്തിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരിൽ ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തമിഴ്നാട് ഭാഗത്തേക്കുള്ള യാത്രക്കാരാണ് കൂടുതലുണ്ടായിരുന്നത്. ഒപ്പം ജോലിക്ക് വേണ്ടി രാവിലെ പുലർച്ചെ പോയ തൊഴിലാളികളും ഉണ്ടായിരുന്നു. എന്തായാലും 50-ലധികം പേർക്കുണ്ടായിരുന്നു. പലർക്കും പരിക്കുകൾ വെച്ചിട്ടുണ്ട്. ഇവരുടെ നമുക്ക് വ്യക്തമായ ഒരു കണക്കുകൾ വരും മണിക്കൂറിൽ നമുക്ക് പറയാം. കാരണം പല ആശുപത്രിയിലാണ് ഈ പറയുന്ന പലരും അധികൃതർ കൂടെയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ശരി അരുൺ, കൊല്ലം കടക്കലിലേക്ക് പോയാൽ അവിടെ തീപിടുത്തമുണ്ടായിരിക്കുന്നു. അവിടെ കടക്കൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന വീണ ഫാൻസി എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അല്ലേ? ഷോർട്ട് സർക്യൂട്ട് ആരെ കിടക്കുന്നു? ജനാധിപത്യവും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചാവണം നിർമ്മിത ബുദ്ധി പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള റീജിയണൽ AI ഇംപാക്ട് കോൺഫറൻസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹം. ഭരണനിർവഹണ മേഖലയിൽ നിർമ്മിത ബുദ്ധിക്ക് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമ്മേളനത്തിലെ ചർച്ചകളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടക്കുന്ന AI ഇംപാക്ട് സമ്മിറ്റ് 2026 അവതരിപ്പിക്കും. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന AI സമ്മിറ്റിന് മുന്നോടിയായാണ് കേരളത്തിൽ റീജിയണൽ സമ്മിറ്റുകൾ നടത്തുന്നത്. രാജ്യം 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലാണ്. 9:30 രാഷ്ട്രപതി കർത്തവ്യപഥിൽ ദേശീയ പതാക ഉയർത്തും. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ യുദ്ധസ്മാരകത്തിലെത്തും. പ്രധാനമന്ത്രി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. അതീവ ജാഗ്രതയിലാണ് രാജ്യതലസ്ഥാനം. 10:30 ശേഷം സേനാശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന പരേഡും നടക്കും. അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അഭിലാഷ്, ഡൽഹി ഒരുങ്ങിയിരിക്കുകയാണ്, കനത്ത സുരക്ഷയിലാണ് ഡൽഹി എന്നും മനസ്സിലാകുന്നു. തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, രാജ്യം 77ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഉള്ള ഒരുക്കത്തിലാണ്. ഇന്നലെ മുതൽ തന്നെ ഡൽഹി രാജ്യതലസ്ഥാനം അതീവ സുരക്ഷയിലാണ്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല ഒക്കെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്. അവർ വലിയ രീതിയിലുള്ള ആഘോഷ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധി അടക്കം രാജ്യത്തുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിൽ 30ഓളം ഫ്ലോട്ടുകളടക്കം രാജ്യത്ത് ഇന്ന് അണിനിരക്കുന്നതാണ്. കേരളത്തിൻ്റെ ഫ്ലോട്ടുകളും ഇന്ന് ഡൽഹിയിൽ പരേഡ് നടത്തും. രാവിലെ 9:30 പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ യുദ്ധസ്മാരകത്തിലെത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. അതിനുശേഷം കർത്തവ്യപഥിലേക്ക് പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും എല്ലാം എത്തും. അതോടെ രാജ്യത്ത് പരേഡുകൾ ആരംഭിക്കും. 10:30 ശേഷമാണ് സൈനിക ശക്തിയും സാംസ്കാരിക ശക്തിയും വിളിച്ചോതുന്ന പരേഡ് നടക്കുന്നത്. ഉർസുല വോൺ ഡെർ ലെയൻ യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് ചടങ്ങിൽ പങ്കെടുക്കും. അവിടെ സാക്ഷിയാകും. മുഖ്യ അതിഥിയാണ് ഉർസുല എന്ന് പറയുന്നത്. അതുപോലെ 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും ഒക്കെയുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഫ്ലോട്ടും അവിടെ അണിനിരക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻവർഷങ്ങളിൽ കേരളത്തിൻ്റെ ഫ്ലോട്ടുകൾ അനുവദിച്ചിരുന്നില്ല എന്നുള്ള ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതെല്ലാം മാറി. ഇത്തവണ കേരളത്തിൻ്റെ ഫ്ലോട്ടും അനുവദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് വലിയ രീതിയിൽ ഒരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളുള്ളതുകൊണ്ട് അതീവ സുരക്ഷയിലാണ് ഡൽഹി ഇന്ന് ഇറങ്ങുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നടക്കുന്ന ചില വാർത്തകൾ രാജസ്ഥാനിൽ നിന്ന് വരുന്നത്. അവിടെ വലിയ രീതിയിൽ ഒരു
സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വയലിൽ സൂക്ഷിച്ചിരുന്ന, അതായത് ആരും കാണാതെ വയലിൽ ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഡെറ്റോണേറ്ററുകളും അതുപോലെ സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു എന്നുള്ള ഒരു വിവരമുണ്ട്. ആ പ്രദേശത്തെ രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള സുലൈമാൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു സ്ഫോടനം രാജ്യത്ത് വലിയ രീതിയിൽ ആക്രമണം നടത്താനുള്ള ചില പദ്ധതികൾ കൂടി പൊളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. അങ്ങനെ റിപ്പബ്ലിക് ദിനത്തിൽ തലസ്ഥാനം പരേഡുകൾക്ക് ഒരുങ്ങുമ്പോഴും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ സുരക്ഷാ നീക്കങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി കണ്ടെത്തുന്നത്. ഇവരെ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇവരുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ജമ്മു കാശ്മീരിൽ ഒരു ഭീകരനെ വധിക്കാൻ കഴിഞ്ഞു എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആയിരിക്കും മുഖ്യാതിഥി. അദ്ദേഹം പരേഡ് NSS NCC വോളണ്ടിയേഴ്സിൻ്റെ എല്ലാം പരേഡുകൾ സ്വീകരിക്കും, സല്യൂട്ട് സ്വീകരിക്കും. അതുപോലെ നാഷണൽ സർവീസ് സ്കീം ഇതാദ്യമായിട്ടാണ് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ രാജ്യം വലിയ രീതിയിൽ ഇന്ന് നമ്മൾ 77ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ അതീവ സുരക്ഷയാണ്. രാജസ്ഥാനിലും ജമ്മു കാശ്മീരിലും അടക്കം വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് അടക്കം ഇന്ത്യയിൽ മുഖ്യാതിഥിയായി എത്തുന്ന ഒരു സാഹചര്യം. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. 30 ഫ്ലോട്ടുകളാണ് അണിനിരക്കുന്നത്. രാവിലെ 9:30 മുതൽ തുടങ്ങുന്ന ചടങ്ങ് രാവിലെ 9:30 മുതൽ തുടങ്ങുന്ന ചടങ്ങുകൾ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് നീളുന്നത്. ഡൽഹിയിൽ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും ചേർന്ന് നടത്തുന്ന റിപ്പബ്ലിക് ഡേ പരേഡുകൾ, അതുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം ഇന്ന് നടക്കും. രഞ്ജിത്ത്, തീർച്ചയായും രാജ്യം 77ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ നിറവിലാണ്. രാജ്യമെമ്പാടും വലിയ പരിപാടികൾ, സംസ്ഥാനത്തും പരിപാടികളുണ്ട്. സംസ്ഥാനത്ത് ജില്ലാ ആസ്ഥാനങ്ങളിൽ വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വിവിധ മന്ത്രിമാർ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഫ്ലാഗ് ഓഫ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് NIA ഉദ്യോഗസ്ഥൻ അജിത് കുമാർ NS അർഹനായി. ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റ സ്വദേശിയായ അജിത്ത് കൊച്ചി NIA യൂണിറ്റിൽ പ്രവർത്തിച്ചു വരികയാണ്. 2010 മുതൽ NIAയിൽ സേവനമനുഷ്ഠിക്കുന്ന അജിത്ത് എടക്കാട് തീവ്രവാദ കേസ് മുതൽ വിവിധ കേസുകളിൽ അസിസ്റ്റന്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിരുന്നു. ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങി NIAയുടെ വിവിധ യൂണിറ്റുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലേക്ക്. മുറിവേൽക്കുന്ന ലോകത്തിന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമാണ് ബദലെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയിൻ പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ബിസിനസ് ഉച്ചകോടി നാളെ നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഡൽഹിയിൽ ഒരു ഓഡിയോ സന്ദേശത്തിലൂടെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം ഇന്ത്യ ഒരുക്കിയത്. അത് പക്ഷേ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്. കൊലയാളിക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം നൽകിയ ഇന്ത്യയുടെ നടപടി ഞെട്ടിക്കുന്നതാണെന്നാണ് ബംഗ്ലാദേശിൻ്റെ മറുപടി. അപകടകരമായ നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തെ ഈ നീക്കം ബാധിക്കുമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ജനങ്ങളോട് ഇടക്കാല സർക്കാരിനെ പുറത്താക്കണമെന്നും രാജ്യത്ത് ശരിയായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ മുഹമ്മദ് യൂനുസ് സമ്മതിക്കില്ലെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു. അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കണം. അഭിലാഷ്, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. ക്രിക്കറ്റ് മത്സരങ്ങൾ പോലും തടസ്സപ്പെടുന്ന പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ ഒരു രാജ്യമെന്ന നിലയിൽ നമ്മളോട് ശത്രുത പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അത് കുറച്ചുകൂടി വലുതാവുകയാണോ? ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളൊരു നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധമൊക്കെ വലിയ രീതിയിൽ ഉലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയ്ക്കാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു കടന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ ഇവിടെ അഭയം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അവർക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഇന്ത്യ ഒരുക്കി. അവരുടെ ഓഡിയോ സന്ദേശമാണ് ഡൽഹിയിൽ പ്രദർശിപ്പിച്ചത്. അത് വലിയ രീതിയിൽ ബംഗ്ലാദേശിനെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവരുടെ വിദേശകാര്യ
വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു ഷെയ്ഖ് ഹസീനയെ ഒരു കൊലയാളി, അതായത് കൂട്ടക്കൊലയാളി, മർഡറർ എന്നാണ് അവർ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു മർഡറർക്ക് അവർക്ക് പറയാനുള്ളത് ലോകത്തെ കേൾപ്പിക്കുന്ന ഇന്ത്യയുടെ നടപടി അത് അപലപനീയമാണ്, ഞെട്ടിക്കുന്നതാണ്, അപകടകരമാണ് എന്നുള്ളതാണ് ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഒരു തരത്തിലും ഇന്ത്യ ഇത്തരത്തിലൊരു നടപടി ചെയ്യാൻ പാടില്ലായിരുന്നു. നേരത്തെ തന്നെ ഇവർക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ അവരെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇന്ത്യ അതിൽ ഒരു കൃത്യമായ നിലപാടെടുത്തു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ ഇന്ത്യ പ്രവർത്തിക്കൂ, ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നുള്ളതായിരുന്നു അന്ന് ഇന്ത്യ നൽകിയ മറുപടി. അതിൽ നിന്ന് വ്യക്തമായിരുന്നു ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കാനുള്ള നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് എന്നായിരുന്നു അന്ന് തന്നെ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ ഒരു അല്പം കൂടി കടന്ന്, അതായത് ഇപ്പോൾ ഫെബ്രുവരി 12-ാം തീയതി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ അവാമി ലീഗിലെ പ്രവർത്തകരെയും രാജ്യത്തെ ബംഗ്ലാദേശിലെ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് വഴിയൊരുക്കി കൊടുത്തതിലൂടെ കൃത്യമായ രീതിയിലുള്ളൊരു നിലപാട് കൂടി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിനെ, അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന മുഹമ്മദ് യൂനിസ് സർക്കാരിനെ ഒരു തരത്തിലും ഇന്ത്യ സപ്പോർട്ട് ചെയ്യില്ല, അവരുമായി ഒരു സഹകരണത്തിനും ഇന്ത്യയില്ല. മറിച്ച് അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവാമി ലീഗിന് അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് കൃത്യമായ മുൻതൂക്കം നൽകണം, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാ പിന്തുണയും നൽകണമെന്നുള്ളൊരു നിലപാട് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാരിനെ അല്ലെങ്കിൽ ഇടക്കാല സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വരെ ഉലഞ്ഞേക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടെന്നാണ് ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഒരു കടുത്തൊരു നിലപാടിലേക്കാണ് അല്ലെങ്കിൽ നടപടിയിലേക്കാണ് ബംഗ്ലാദേശ് കടന്നിരിക്കുന്നത്. അത്രയും വലിയ രീതിയിലുള്ള അവരെ ചൊടിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പ്രസംഗം എന്ന് പറയുന്നത്. മുഹമ്മദ് യൂനിസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ മുഹമ്മദ് യൂനിസും അദ്ദേഹം നയിക്കുന്ന സർക്കാരും അവിടെ ശ്രമിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അവരെ എത്രയും വേഗം മുഹമ്മദ് യൂനിസിനെയും ഇടക്കാല സർക്കാരിനെയും ജനങ്ങൾ പുറത്താക്കണമെന്നും കൃത്യമായ രീതിയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആഹ്വാനം ചെയ്യാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലിരുന്ന് കഴിഞ്ഞു. ഒരുപക്ഷെ അവർ ഇന്ത്യയിലായിരുന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞേനെ. അത്തരത്തിൽ വലിയ സുരക്ഷയിലാണ് ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയമൊരുക്കിയിരിക്കുന്നത്. അവരെ ഒളിവിടത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഒളിവിടത്തിലിരിക്കുമ്പോഴും അവർക്ക് ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാനും അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനും ഇന്ത്യ അവസരമൊരുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലയാനും അത് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം, അതിനെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം നശിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഡെമോക്രസി, അവിടുത്തെ ജനാധിപത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ബംഗ്ലാദേശിലെ ജനാധിപത്യം അവിടെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ അഭിസംബോധന ഡൽഹിയിൽ ജനങ്ങളെ കേൾപ്പിച്ചത്. അത് ബംഗ്ലാദേശിൽ കൃത്യമായ രീതിയിൽ അവാമി ലീഗിൻ്റെ പ്രവർത്തകർ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കലാപങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നുള്ളൊരു ആഹ്വാനം കൂടി ഷെയ്ഖ് ഹസീന മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അങ്ങനെ രാജ്യത്തിന് പുറത്തു നിന്നുകൊണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ തങ്ങളുടെ വഴിയിലേക്ക് എത്തിക്കാൻ ഷെയ്ഖ് ഹസീന ശ്രമിക്കുമ്പോൾ അതിന് ഇന്ത്യ എല്ലാവിധ പിന്തുണയും നൽകുന്നു. ഇതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. ഇറാനിലെ തെരുവുകളിൽ അടുത്തിടെ ആഞ്ഞടിച്ച പ്രതിഷേധങ്ങളുടെയും അതിനെ തുടർന്നുണ്ടായ രക്തരൂക്ഷിതമായ അടിച്ചമർത്തലുകളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ ലോകം ഭീതിയോടെയാണ് ആ കണക്കുകളെ നോക്കിക്കാണുന്നത്. പതിറ്റാണ്ടുകൾക്കിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര കലാപമായി മാറിയ ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് ടെഹ്റാൻ ഭരണകൂടം തന്നെ ചില ഇടുക്കി പീരുമേട്ടിൽ ദേശീയപാതയോരത്ത് വൈദ്യുതി വകുപ്പിന്റെ കോടികൾ വിലമതിക്കുന്ന 10 ഏക്കറോളം ഭൂമി കയ്യേറ്റ ഭീഷണിയിൽ. അഴുത ടണൽ നിർമ്മാണത്തിനായി ബോർഡ് വാങ്ങിയ സ്ഥലമാണ് സംരക്ഷണമില്ലാതെ നശിക്കുന്നത്. അഴുത ഡൈവേർഷൻ പദ്ധതിക്കായി പീരുമേട്ടിൽ 10 ഏക്കറോളം ഭൂമിയാണ് വൈദ്യുതി വകുപ്പ് വാങ്ങിയത്. പദ്ധതി പൂർത്തിയാക്കിയതിനു ശേഷം മിച്ചം വന്ന ഭൂമിക്കിപ്പോൾ കോടികളുടെ മൂല്യമുണ്ട്. എന്നാൽ അതിരുകൾ തിരിച്ച് സംരക്ഷണ വേലി നിർമ്മിക്കാനോ കാട് വെട്ടിത്തെളിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇതിൽ കാപ്പി കൃഷിയുള്ള ഭാഗം പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. എന്നാൽ ദേശീയപാതയോരത്തെ കെട്ടിടവും
ഇതിനോട് ചേർന്ന 5 ഏക്കർ ഭൂമിയും സംരക്ഷിക്കാതെ നശിക്കുകയാണ്. പീരുമേട്ടിൽ വൻതോതിൽ സർക്കാർ സ്ഥലം കയ്യേറ്റം വഴി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാനത്ത് KAP 5ാം ബറ്റാലിയന്റെ 300 ഏക്കർ സ്ഥലം കയ്യേറ്റം വഴി നശിച്ചു. ആഭ്യന്തര വകുപ്പ് സ്ഥലം തിരിച്ചുപിടിക്കാൻ വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഭൂമി സംരക്ഷിക്കാൻ ചെറുവിരൽ അനക്കാത്ത വൈദ്യുത ബോർഡിനെതിരെ വിമർശനവും ശക്തമായിട്ടുണ്ട്. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് പീരുമേട്ടിലൊരു വാടക കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം അത് കുട്ടിക്കാനത്തായിരുന്നു. കുട്ടിക്കാനത്ത് നിന്ന് മാറ്റി അത് പീരുമേട്ടിലാക്കിയിരിക്കുന്നു. ഈ സ്ഥലം KSEBയുടെ ഈ കൈവശമുള്ള ഈ സ്ഥലത്ത് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് അതുപോലെയുള്ള പോത്തുപ്പാറയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഓഫീസുകൾ മുഴുവൻ ഈ സ്ഥലത്ത് നിർമ്മിച്ചാൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. പീരുമേട്ടിൽ ദേശീയപാതയോരത്ത് വൈദ്യുത ബോർഡിന്റെ സ്ഥലത്ത് 3 നിലകളിൽ വൈദ്യുതി ഭവൻ നിർമ്മിക്കാനുള്ള പദ്ധതിയും നടപ്പിലായില്ല. ബോർഡിലെ തന്നെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പദ്ധതി അട്ടിമറിക്കുന്നെന്നാണ് ആക്ഷേപം. വൈദ്യുതി ഭവൻ നിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല, കൈവശമുള്ള സ്ഥലം നഷ്ടപ്പെടുകയും ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ന്യൂസ് 18 ഇടുക്കി. സാമൂതിരി രാജവംശത്തിന്റെ പൈതൃകം പേറുന്ന കുളം നവീകരിക്കാൻ പദ്ധതി. പാലക്കാട് പരുതൂർ പഞ്ചായത്തിലെ കൊടിക്കുന്ന് കുളമാണ് പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് നവീകരിക്കുന്നത്. ഇതിനായി 75 ലക്ഷം രൂപ അനുവദിച്ചു. കോഴിക്കോട് സാമൂതിരി രാജവംശത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് പരുത്തൂരിലുള്ള കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ കുളമാണ് പൈതൃകം നിലനിർത്തി നവീകരിക്കാൻ തീരുമാനിച്ചത്. കൊടിക്കുന്ന് സെന്ററിൽ റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന കുളം നിലവിൽ അരികിടഞ്ഞും പുല്ലും പായലും നിറഞ്ഞ് ശോചനീയാവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് മന്ത്രി MP രാജേഷ് നടപ്പിലാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നവീകരിക്കുന്നത്. കൊടിക്കുന്ന് ക്ഷേത്രക്കുളമാണ് 75 ലക്ഷം രൂപയാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പൊ പണി തുടങ്ങും. ഈ വേനൽക്കാലത്ത് പണി പൂർത്തിയാക്കും. ഇതിനൊരു പ്രത്യേകത, ഇത് ക്ഷേത്രക്കുളവും പൈതൃകക്കുളവുമാണ് എന്നുള്ളതാണ്. അതുകൂടി കണക്കെടുത്താണ് രൂപകൽപ്പനയൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. 75 ലക്ഷം രൂപയാണ് കൊടിക്കുന്ന് ക്ഷേത്രക്കുളം നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഈ വേനൽക്കാലത്ത് തന്നെ നിർമ്മാണം പൂർത്തിയാക്കും. നേരത്തെ മാങ്ങാട്ടുകുളം, പ്ലാക്കാട്ടുകുളം എന്നിവയ്ക്ക് പുറമെ ചെറിയ കുളങ്ങളും മണ്ഡലത്തിൽ നവീകരിച്ചിരുന്നു. ന്യൂസ് 18 തൃത്താല. കണ്ണൂർ കുഞ്ഞിമംഗലത്ത് പഞ്ചായത്ത് ഭൂമിയിലെ മരങ്ങൾ സ്വകാര്യ വ്യക്തി മുറിച്ചു വിൽപ്പന നടത്തി. കുഞ്ഞിമംഗലം താമരം കുളങ്ങരയിൽ തീരദേശ റോഡരികിലെ 3 തണൽ മരങ്ങളാണ് സ്വകാര്യ വ്യക്തി മുറിച്ചു വിറ്റത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരം മുറിച്ച് കടത്തിയത്. സ്വന്തം ഭൂമിയിലെ മരമെന്ന വ്യാജേനയാണ് ഇടനിലക്കാരൻ വഴി മില്ലുടമയായി കച്ചവടമുറപ്പിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇടപെട്ടതോടെ തട്ടിപ്പ് മനസ്സിലായി. കുഞ്ഞുകുളം ഗ്രാമപഞ്ചായത്തിലെ താമരംകുളങ്ങര പ്രദേശത്തെ തീരദേശ റോഡിലെ 3 തണൽ മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റിയത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് കുഞ്ഞുകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയത്. ജനങ്ങളുടെ ഒരു പരാതി നമുക്ക് കിട്ടിയിരുന്നു. അത് അന്വേഷിക്കുക എന്ന ദൗത്യമായിട്ടാണ് നമ്മൾ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കാരണം പഞ്ചായത്ത് റോഡരികിലുള്ള മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ പഞ്ചായത്തിന് നിലവിലുള്ള മരം മുറി കമ്മിറ്റിയെ അറിയിക്കുക എന്നൊരു ബാധ്യത ആ നാട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാതെയാണ് ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് ഈ മരങ്ങൾ വെട്ടിമാറ്റി കാശ് കീശയിലാക്കിയത്. സംഭവത്തിൽ നാട്ടുകാർ ഇടപെട്ടതോടെ മുറിച്ച മരത്തടികൾ മില്ലിൽ നിന്ന് വാഹനത്തിൽ തിരികെ കൊണ്ടുവന്ന് വെച്ചു. 2500 രൂപ സ്വകാര്യ വ്യക്തിക്കും ഇടനിലക്കാരന് 500 രൂപയും നൽകിയാണ് മരം മുറിച്ചത്. മരം മുറി തൊഴിലാളികൾക്കുള്ള കൂലിയും വാഹനത്തിലെ കടത്തു ചെലവ് ഉൾപ്പെടെ 15,000-ഓളം രൂപയും മില്ലുടമയ്ക്ക് ചെലവ് വന്നു. മരം മുറിച്ച വിൽപ്പന നടത്തിയ വ്യക്തിക്ക് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായതോടെ തടിതപ്പാൻ ശ്രമിച്ചു. ഇതോടെ ഇടനിലക്കാരൻ വിവരം നൽകി മില്ലിലേക്ക് കൊണ്ടുപോയ മരം തിരികെ മുറിച്ചെടുത്ത സ്ഥലത്ത് കൊണ്ടുവന്നിടുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പരാതിക്കാർക്ക് ഉറപ്പു നൽകി. ന്യൂസ് 18 പയ്യന്നൂർ. സർക്കാർ ജോലിക്കൊപ്പം കൃഷിക്കും സമയം കണ്ടെത്തുകയാണ് കോതമംഗലം സ്വദേശി ലൈജു പൗലോസ്. വിവിധയിനം പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ നട്ടുവളർത്തുന്നുണ്ടെങ്കിലും പ്ലാവാണ് കൂട്ടത്തിൽ പ്രധാനം. യുവാക്കൾക്കും സർക്കാർ സ്വകാര്യ മേഖല ജീവനക്കാർക്കും ഒരു മാതൃകയാണ് ലൈജുവിൻ്റെ കൃഷിത്തോട്ടം.
എറണാകുളം കോതമംഗലം കാരക്കുന്നത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് ലൈജു പൗലോസിന്റെ പ്ലാവിൻ തോട്ടം. കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് ഈ കർഷകൻ. പ്ലാവിന് പ്രാധാന്യം നൽകിയുള്ള സമ്മിശ്ര കൃഷിയാണ് ലൈജു ചെയ്യുന്നത്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ബഡ് പ്ലാവുകൾ നട്ടുപിടിപ്പിച്ച് വിളവെടുക്കും. തുടർന്ന് വിപണനത്തിനായി കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന് കൈമാറാറാണ് പതിവ്. ഇതിനൊപ്പം തെങ്ങും വിവിധ ഇന ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. രാവിലെ ജോലിക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള 2 മണിക്കൂറാണ് കൃഷിക്കും കോഴികളുടെ പരിചരണത്തിനുമായി മാറ്റിവെക്കുന്നത്. ഞാനൊരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനായതുകൊണ്ട് എനിക്കത് മുഴുവൻ സമയം ഈ മറ്റ് പച്ചക്കറികളും മറ്റ് പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന അതിലേക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാവ് കൃഷിയിലേക്ക് പതിയെ മാറിയത്. ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുന്നുകര സർവീസ് സഹകരണ ബാങ്കിനാണ് ഞാനിപ്പോൾ ഈ ചക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്കൊരു നട്ട് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു കൃഷിയായി നമുക്ക് പ്ലാവ് കൃഷി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ഇനത്തിൽപ്പെട്ട 200ഓളം കോഴികളെയും ലൈജു വളർത്തുന്നുണ്ട്. നിരവധി കൃഷികൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ലൈജുവിന് അതിനെല്ലാം വിപണന മേഖലകൾ കണ്ടെത്താനും കഴിയുന്നുണ്ട്. ന്യൂസ് 18 എറണാകുളം. ഔദ്യോഗിക ജീവിതത്തിനിടയിലും കാർഷിക വൃത്തിയിൽ ഏറെ താല്പര്യമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടാം. ഇടുക്കിയിലാണ് ഇദ്ദേഹം ഉള്ളത്. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആസാദ് തോമസ് ആണ് ജോലി സമയം കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലെത്തി കാർഷിക ജോലികളിൽ ഏർപ്പെടുന്നത്. പുരയിടത്തിൽ എല്ലാത്തരം കൃഷികളുണ്ടെങ്കിലും ജാതി കൃഷിയിലാണ് ആസാദ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആസാദ് തോമസ് സ്റ്റേഷനിലെ ജോലി സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലെത്തും. പിന്നീട് നേരം ഇരുട്ടുവോളം തന്റെ പുരയിടത്തിൽ കൃഷിപ്പണികളാണ്. കുരുമുളകും ഏലവും ജാതിയും ഉൾപ്പെടെ എല്ലാത്തരം കൃഷികളും ആസാദിന്റെ പുരയിടത്തിലുണ്ടെങ്കിലും ഏറെ താല്പര്യം ജാതി കൃഷിയിലാണ്. പ്രധാനമായിട്ടും ജാതി, ഏലം, കുരുമുളകാണ് കൃഷി. എന്നാലും ജാതിക്കാണ് മുഖ്യ പരിഗണന കൊടുക്കുന്നത്. ജാതി എന്ന് പറയുന്നത് എൻ്റെ പറമ്പിൽ ഏകദേശം ഒരു 109 എണ്ണം ഉണ്ട്. അത് 37 വെറൈറ്റി ഉണ്ട്. കേരളത്തിൽ എവിടെ ജാതി പുതിയതുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ തപ്പി പിടിച്ച് ചെന്ന് ആ സാധനം മേടിക്കും. അത് തന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും കറഞ്ഞു പോയാലും അത് മേടിക്കും. അപ്പോൾ എനിക്ക് ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജാതികളിലൊന്നാണ് എൻ്റെ ഈ പുറകിരിക്കുന്നത്. പിന്നെ ഇപ്പം പുതിയ 1-2 സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. റൗണ്ട് ലീഫ്, അതേപോലെ ലോങ് ലൈഫ്, പിന്നെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. 36 വ്യത്യസ്ത ഇനം ജാതി മരങ്ങളാണ് ആസാദിന്റെ കൃഷിയിടത്തിലുള്ളത്. റൗണ്ട് ലീഫ്, ഇന്തോനേഷ്യൻ, പാലത്തിങ്കൽ ഗോൾഡ്, നിലമ്പൂർ ജാതി, ആലപ്പുഴ ജാതി, ഇങ്ങനെ ഓരോ ഇനവും ഏറെ കായ്ഫലമുള്ളവയുമാണ്. സ്വന്തമായുള്ള കൃഷിക്ക് പുറമെ ഇവയുടെ എല്ലാ തൈകളും ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട്. കൃഷിച്ചെലവ് കുറവും പരിപാലിക്കാൻ എളുപ്പവുമെന്നതാണ് ജാതി കൃഷിക്ക് താല്പര്യമുണ്ടാവാൻ കാരണമെന്ന് ആസാദ് പറയുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു 60 കായ്ക്ക് ഇത് 1 കിലോ കിട്ടുന്നുണ്ട്. അതേപോലെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു 200 തൊട്ട് 300 കായ്ക്ക് 1 കിലോ ഫ്ലവറും കിട്ടുന്നുണ്ട്. ഇപ്പം കിട്ടുന്നില്ല, സീസൺ സമയത്ത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് വൻ ലാഭമുള്ളൊരു കൃഷിയാണ്. അതേപോലെ വലിയ മെനക്കേടില്ല. നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒരു ഇത്രയും പൈസ കിട്ടുമ്പോൾ നമ്മളൊരു 500 രൂപ വളം മരുന്ന് കൂടെ ഇതിന് ആകെ ചിലവ് വരുന്നുള്ളൂ. 500 രൂപ മുടക്കും നമുക്ക് 20,000 രൂപയോളം ഒരു ജാതിയുടെ ചുവട്ടിൽ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. മുട്ടത്തോടുകൾ ശേഖരിച്ചും മറ്റു ജൈവവളങ്ങൾ കണ്ടെത്തിയുമാണ് കൃഷി പരിപാലിക്കുന്നത്. ജാതി കൃഷി വീട്ടമ്മമാർക്ക് പോലും നോക്കി നടത്താൻ കഴിയുമെന്നും കർഷകർക്ക് കഴിയുന്നത്ര പ്രോത്സാഹനം നൽകുകയാണ് തന്റെ ലക്ഷ്യമെന്നുമാണ് ആസാദ് പറയുന്നത്. ഹൈറേഞ്ചിലെ മാതൃകാ കൃഷിത്തോട്ടമെന്ന നിലയിൽ ആസാദ് തോമസിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കൃഷിയിൽ താല്പര്യമുള്ള പലരും പുറം നാടുകളിൽ നിന്ന് പോലും എത്താറുണ്ട്. ന്യൂസ് 18 ഇടുക്കി. അങ്ങ് ദുബായിൽ മാത്രമല്ല, വേണമെങ്കിൽ ഈന്തപ്പന ഇങ്ങ് കേരളത്തിലും കായ്ക്കും. എറണാകുളം മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഈന്തപ്പന കായ്ച്ചത് കൗതുകമായി. ഓറഞ്ച് നിറത്തിൽ കായ്ച്ചു നിൽക്കുന്ന ഈന്തപ്പഴങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. മണലാരണ്യത്തിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലെ കാലാവസ്ഥയിലും ഈന്തപ്പന കായ്ക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പേഴക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിലെ കാഴ്ച. 6 വർഷം മുൻപ് നട്ട 6 ഈന്തപ്പനകളിൽ ഒന്നിലാണ് ഓറഞ്ച് നിറത്തിൽ ഈന്തപ്പഴക്കുലകൾ വിളഞ്ഞത്. സാധാരണയായി മരുഭൂമികളിലാണ് ഈന്തപ്പനകൾ സമൃദ്ധമായി കായ്ക്കുന്നത്. കേരളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തൈകൾ നട്ടുപിടിപ്പിച്ചെങ്കിലും പന വളർന്നതല്ലാതെ കായ്ഫലമുണ്ടായില്ല. ഇതിന് വിപരീതമാണ് മൂവാറ്റുപുഴയിലെ കാഴ്ച. കോവിഡ് മഹാമാരി കാലത്താണ് തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് പള്ളി ഭാരവാഹികൾ തൈ വാങ്ങുന്നത്. അവ നിരനിരയായി നട്ട് പരിപാലിച്ചു വരികയായിരുന്നു. പ്രകൃതിദത്തമായ അതിജീവന ശേഷിയുള്ള ഈന്തപ്പനകൾക്ക് പ്രത്യേകിച്ച് വെള്ളമോ വളമോ നൽകിയിരുന്നില്ല. അങ്ങനെ സ്വാഭാവികമായി പന വളരുകയും 6 വർഷങ്ങൾക്കിപ്പുറം കായ്ക്കുകയും ചെയ്യുകയായിരുന്നു. 3 മാസം മുൻപാണ്
ആദ്യകായ്കൾ കണ്ടു തുടങ്ങിയത്. ഇപ്പോൾ നിറയെ ഈന്തപ്പഴക്കുലകളായി. തൃശ്ശൂർ മണ്ണുത്തി സർവകലാശാലയുടെ കീഴിലുള്ള ഫാമിൽ നിന്നാണ് 7 തൈകൾ ഇവിടെ എത്തിക്കൂടുന്നത്. അതിൻ്റെ പരിപാലനവും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നിട്ടില്ല എങ്കിലും യാദൃശ്ചികമായി ഈ വർഷം അത് പൂത്തുലഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ നാടിൻ്റെ കൂടി ഒരു സന്തോഷം കൂടിയാണ്. നമ്മുടെ ഈ മഹലിൽ 2000-ഓളം കുടുംബങ്ങളുണ്ട്. ആ അംഗങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമൊക്കെ ഇവിടെ വരുന്ന ആളുകൾ പങ്കിടുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തൊട്ടടുത്തുള്ള മഹലിലെ ആളുകൾ ഈ പന പൂത്തത് കാണാനായി ഇവിടെ എത്തിച്ചേരുന്നുമുണ്ട്. സാധാരണയായി മരുപ്രദേശങ്ങളിലാണ് ഈന്തപ്പനകൾ കൂട്ടമായി വളരുന്നത്. കേരളത്തിലെ പച്ചപ്പ് നിറഞ്ഞ കാലാവസ്ഥയിൽ ഇത് കാഴ്ച തെറിഞ്ഞ് നിരവധി പേരാണ് പേഴക്കാപ്പിള്ളിയിലെ പള്ളി അങ്കണത്തിലേക്ക് എത്തുന്നത്. ന്യൂസ് 18 എറണാകുളം. പത്മഭൂഷൺ ലഭിച്ചതിൽ സന്തോഷമെന്നും ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ നേരിട്ട് പോയി അവാർഡ് വാങ്ങാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് KT തോമസ് പ്രതികരിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്ന് 12 മണിക്ക് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് വരുമെന്ന് ഞാൻ വിദൂരമായി പോലും പ്രതീക്ഷിച്ചില്ല. ഈവൻ പത്മഭൂഷൺ തരുന്ന സമയത്തും ഞാൻ പ്രതീക്ഷിക്കാതെയാണ്. ഇത് ആരാണ് നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല, എന്റെ പേര്. പക്ഷെ ഞാൻ പിന്നെ അറിഞ്ഞ ആരാണെന്ന് അത് ഞാൻ പറയുകയില്ല. ഇല്ല, ഇത് ക്യാബിനറ്റ് ഡിസിഷനാണ്. അത് ക്യാബിനറ്റ് ഡിസിഷൻ ആരും നോമിനേറ്റ് ചെയ്യേണ്ടത് ഗവൺമെന്റിൽ നിന്ന് ഞാൻ നേരിട്ടില്ല. ആശംസകളൊക്കെ അറിയിച്ച് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ആശംസ അറിയിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു? ആശംസ അറിയിച്ച് ആദ്യം പിണറായി വിജയൻ വിളിച്ചു, വിജയൻ വാസവൻ വിളിച്ചു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചു, ഇവരെല്ലാരും വിളിച്ചു. ഈ അവാർഡ് വാങ്ങാൻ ഡൽഹിയിലേക്ക് പോകുന്നുണ്ടോ? അവാർഡ് വാങ്ങാൻ ഡൽഹിയിലേക്ക് പോകുന്നുണ്ടോ? പത്മഭൂഷൺ വാങ്ങിക്കാൻ പോയിരുന്നു. ഇപ്പൊ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഇവിടം വരെ വന്നിരിക്കുന്നത്? ഞാൻ ഈ നെടുമ്പാശ്ശേരി വരെ പോയച്ച് വിമാനത്തെ കയറി ഡൽഹിയിൽ ഇറങ്ങിയിട്ട് 2 ദിവസം താമസിക്കട്ടെ. എന്താണെന്നറിയോ, തലേ ദിവസം പോയി ഒരു റിഹേഴ്സൽ അതിന് പങ്കെടുക്കണം. ഈ രാഷ്ട്രപതിയുടെ നടയെല്ലാം കയറി പോകേണ്ട കാര്യമില്ല. ആരെങ്കിലും വിട്ടാൽ മതി, മക്കളെ ആരെങ്കിലും വിട്ടാൽ മതി. അങ്ങനെയായിരിക്കും തീരുമാനം. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. ഞാൻ ഏതായാലും ഡൽഹി പോകാൻ എനിക്ക് സാധിക്കില്ലാത്തതുകൊണ്ടാണ്. രാഷ്ട്രത്തിന് സമർപ്പിച്ച ജീവിതം ഇതോടെ കൂടുതൽ ധന്യമാകുമെന്നാണ് പത്മവിഭൂഷൺ ജേതാവ് P. നാരായണൻ പ്രതികരിച്ചത്. സ്വയം സേവകർക്കും ജന്മഭൂമി പത്രത്തിനും അവാർഡ് സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടും അല്ലെങ്കിൽ അതിനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ അവാർഡിൻ്റെ സമർപ്പണം ഞാൻ ചെയ്യുകയാണ്. 2 വിഭിന്ന ധ്രുവങ്ങളിൽ നിന്നിട്ടുള്ള ആളുകൾക്ക് ഈ അവാർഡ് കിട്ടി എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചതിൽ ആഹ്ലാദിക്കാനും ദുഃഖിക്കാനുമില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. താൻ അവാർഡിന് അർഹനാണോ എന്ന് സംശയമുണ്ട്. തനിക്ക് അവാർഡ് കിട്ടിയതിൽ നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരുമുണ്ടെന്നും അവാർഡ് ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അപ്പോൾ നൽകി സന്തോഷമുണ്ട്. ഇങ്ങനെയൊരെണ്ണം ഉണ്ടെന്നോ ഇങ്ങനെ മൂവ്മെൻ്റ് ഉണ്ടെന്നോ സത്യമായിട്ടും ഗുരുനാമത്തിൽ എനിക്കറിയില്ല. അത് ലഭിക്കുവാൻ പ്രാപ്തരാക്കിയ ബഹുജനങ്ങളെ അവർക്ക് ഇവിടെ അവകാശപ്പെട്ടതാണ്. എനിക്കിന്ന് യാതൊരു അവകാശമില്ല. ഞാനൊരു നിമിത്തമെന്ന നിലയിൽ പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ആദ്യം പറഞ്ഞു അധികാരം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കിട്ടിയ അവാർഡിന് ഒരു ഇരട്ടി മധുരമുണ്ട്. ആലപ്പുഴ സ്വദേശിയായ പരിസ്ഥിതി പ്രവർത്തക കൊല്ലയ്ക്കൽ ദേവകി അമ്മയ്ക്കും പത്മശ്രീ ലഭിച്ചിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വനമുണ്ടാക്കിയ ദേവകി അമ്മ വനത്തിൽ 3000-ലധികം ഔഷധസസ്യങ്ങളെയും വൻമരങ്ങളെയും പരിപാലിക്കുന്നുണ്ട്. പത്മ പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നായിരുന്നു ദേവകി അമ്മയുടെ പ്രതികരണം. അപ്പോൾ അങ്ങനെ ഉള്ളിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയൊക്കെ ഞാൻ ചെറുതായിട്ട് ചെടി വെക്കാൻ തുടങ്ങി. കാടാവണമെന്ന് ഉദ്ദേശിച്ചില്ല, എങ്കിലും ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് കാടില്ലാത്തതിന് കൈ നട്ട് നനച്ച് വളർത്തിയ ഒരു കാടുണ്ടായി. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാ മാതാവായ ഭൂമിദേവിയെ സേവിച്ചതിൻ്റെ പ്രതിഫലം അമ്മ തന്നു, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ ബഹുമതിയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്.
വി.എസ്. അച്യുതാനന്ദനും പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ടായി. അതിൽ അതിയായ സന്തോഷമെന്നാണ് മകൻ അരുൺകുമാർ പ്രതികരിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ അടക്കം പങ്കെടുത്ത് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് അച്ഛനെന്നും അരുൺകുമാർ പറഞ്ഞു. എന്തായാലും ഈ തരുണത്തിൽ ഇങ്ങനെ ഒരു അവാർഡ് അതിപ്പോൾ ജസ്റ്റ് അറിഞ്ഞതേ ഉള്ളൂ. നേരത്തെ നമുക്കറിയില്ലായിരുന്നല്ലോ. ഇപ്പം നേരത്തെ വിളിച്ച സമയത്തൊക്കെയാണ് അറിയുന്നത്. ഈ അംഗീകാരത്തിൽ ഒരു സന്തോഷമുണ്ട്. അല്ല, മകൻ എന്നുള്ള രീതിയിൽ അച്ഛന് അംഗീകാരം കിട്ടണമെന്നുള്ളൊരാഗ്രഹം അതെന്നും ഉണ്ടാവുമല്ലോ. അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ നയിച്ച അങ്ങനെ വന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊരു വിശ്വാസം എന്നും നമുക്കുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവാർഡുകൾ സമ്മാനിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന ജെ.സി. ഡാനിയൽ പുരസ്കാരം നടി ശാരദ ഏറ്റുവാങ്ങി. മലയാള സിനിമയിലേക്ക് ആദ്യമായി മികച്ച നടിക്കുള്ള അവാർഡ് എത്തിച്ചത് ശാരദയാണെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്കും സമ്മാനിച്ചു. മമ്മൂട്ടിക്ക് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുന്നതിനുള്ള സന്തോഷം മുഖ്യമന്ത്രി പങ്കുവച്ചു. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിന് ഷൈല ഹംസ മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. ടൊവിനോ തോമസ്, ആസിഫ് അലി, വേടൻ, ലിജോമോൾ ജോസ്, ജ്യോതിർമയി, സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ, ചിദംബരം, ഫാസിൽ മുഹമ്മദ്, സുഷിൻ ശ്യാം, സമീറ സനീഷ്, സൈനോര ഫിലിപ്പ് തുടങ്ങി 51 പേർ മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ 1 മില്ലിമീറ്ററിന്റെ ഒരു ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് മറ്റേ എനിക്ക് കിട്ടിയതാണ് തോന്നുന്നത്. മലയാളത്തിലെ സിനിമയിൽ ഇനിയും ഒരുപാട് വലിയ ഒരു എന്താ പറയുക, ഒരു കഴിവുകളുടെ ഒരു ഖനിയാണ് മലയാള സിനിമ. ഈ ഖനിയിൽ നിന്ന് ഇനി ഒരുപാട് നിധികൾ കോരിയെടുക്കാനുണ്ട്. അങ്ങനെ കോരിയെടുക്കപ്പെടുന്ന നിധികൾ നല്ല സിനിമകളായി, നല്ല അഭിനയമായി, നല്ല സംഗീതമായി, നല്ല കഥയും കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനൊരു ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പുരസ്കാരത്തിന് ഇതിനെന്നെ തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങളോടും ഇതെനിക്ക് തന്ന കേരള ഗവൺമെന്റിനോടും എനിക്കുള്ള അഭേദവുമായ നന്ദി. നമുക്കിനി നമ്മുടെ ന്യൂസ് 8ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരം ബാലരാമപുരം ഐത്തിയൂർ സ്വദേശികളായ റെജിൻ നിജ ദമ്പതികളുടെ മകൾ നികയുടെ 6ാം ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അനിയൻ റിയാൻ, വലിയമ്മ നീതു, വലിയച്ഛൻ വിനീത്, അമ്മാവൻ നിതിൻ, കൂട്ടുകാരായ മോനു, ലല്ലു, കല്ലു, അലീന എന്നിവർ. ഇന്ന് 13ാം പിറന്നാൾ ആഘോഷിക്കുന്ന അനശ്വറിന് എല്ലാ ആശംസകളും നേരുന്നു. അച്ഛൻ പ്രജിത്ത് കോങ്ങാട്, ഞങ്ങളുടെ ക്യാമറാമാൻ, ന്യൂസ് 8ന്റെ പാലക്കാട് ബ്യൂറോയിലെ ക്യാമറാമാനാണ്. അമ്മ ലിജി ഉണ്ട്, അച്ചാച്ചൻ, അച്ചമ്മ, മറ്റു ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. അനശ്വറിന് ന്യൂസ് 8ന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട പിറന്നാൾ ആശംസകൾ. അപ്പോൾ രാവിലെ പൂർത്തിയാകുകയാണ്. നമുക്കിനി റിപ്പബ്ലിക് ദിന പരേഡുകളിലേക്ക് കടക്കണം. 30ഓളം ഫ്ലോട്ടുകളാണ് കേരളത്തിൻ്റെ അടക്കം ഡൽഹിയിൽ കർത്തവ്യപഥിൽ അണിനിരക്കുന്നത്. സമഗ്രമായ കവറേജ് ന്യൂസ് 8ൽ ഉണ്ടാകും. കാത്തിരിക്കുക. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.